ഒരാണും പെണ്ണും തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം നിയമപരമായി തെറ്റായിരിക്കില്ല. എന്നാൽ നിർബന്ധിച്ചുള്ള ഗർഭചിത്രമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മറുപടി പറയേണ്ടത് ഈ ചോദ്യത്തിനാണ്. പരാതിക്കാരിയുമായി ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമെന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവർത്തിച്ചു പറയുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിനെ തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ ലൈംഗിക ശേഷി പരിശോധന തിങ്കളാഴ്ച പേരൂർക്കട ആശുപത്രിയിൽ നടന്നിരുന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാം ലൈംഗിക പീഡന പരാതിയിൽ യുവതി രഹസ്യമൊഴി നൽകി. നിയമപരമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും പരാതി വ്യാജമെന്ന് രാഹുൽ പറഞ്ഞതോടെയാണ് രഹസ്യമൊഴി നൽകാൻ തയ്യാറായതെന്നും യുവതി വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് യുവതി രഹസ്യമൊഴി നൽകിയത്. വിവാഹ വാഗ്ദാനം ചെയ്ത് ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി നൽകിയ ബംഗളൂരു താമസിക്കുന്ന 23-കാരി രഹസ്യമൊഴി നൽകിയത്. ഒന്നിലേറെ തവണ രാഹുൽ പീഡിപ്പിച്ചുവെന്ന് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതായാണ് വിവരം. അതിജീവിതയുടെ വൈദ്യപരിശോധനയും നടത്തി. ഈ കേസിൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. KPCC അധ്യക്ഷന് ഇമെയിലായി അയച്ച പരാതി പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അവധിക്ക് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തി തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്കാണെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഫെനി നയനൊപ്പം കാറിലെത്തിയ രാഹുൽ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. അകത്ത് കയറിയ ഉടൻ രാഹുൽ കടന്നുപിടിച്ച് ബലാത്സംഗം ചെയ്തു. കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത്. അതിനുശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് പിന്മാറിയത്. പിന്നീട് വീണ്ടും സന്ദേശങ്ങൾ അയച്ചുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി. അതേസമയം 1ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രത്യേക സംഘം വീണ്ടും ചോദ്യം ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. രാഹുലിന്റെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ നീക്കമുണ്ട്. ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ കേസിൽ ഹൈക്കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 3 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന തിങ്കളാഴ്ച പേരൂർക്കട ആശുപത്രിയിൽ നടന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നാണ് രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.